ISLലെ 10ാം സീസണിലെ ചാമ്പ്യന്മാർ എന്നും ഒരു ആധിപത്യം പുലർത്താൻ പറ്റുന്ന ഒരേ ഒരു ടീം, എതിരാളികളുടെ സ്വപ്നങ്ങളെ ചതച്ചരക്കാൻ പറ്റുന്ന ടീം, ഏതൊരു നിമിഷവും ഒരു കംബാക്ക് നടത്താൻ പറ്റുന്ന ടീം, താരനിരകളെ കൊണ്ടും കളിശൈലി കൊണ്ടും ISLനെ തന്നെ നെട്ടിക്കപ്പെടുന്ന ഒരു ടീം. യെസ്, മുംബൈ സിറ്റി FC. ISLലെ തന്നെ ഏറ്റവും ടോപ്പ് ക്ലബ്ബുകളിൽ ഒന്നാണ് മുംബൈ സിറ്റി FC എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണ്. എതിരാളികളുടെ പേടി സ്വപ്നങ്ങളാണ് മുംബൈ സിറ്റി FC എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ISL എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുംബൈ സിറ്റി FCയുടെ ആ ഒരു പോസിബിൾ ലൈനപ്പ്, അതായത് ഇതിൻ്റെ ഒരു പ്രെഡിക്റ്റൻ ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സ്വാഭാവികം ആ ഒരു ലൈനപ്പിൽ ഞാൻ ഒരുപാട് പേര് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് മിസ്സാവുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പോസിബിൾ ലൈനപ്പിൽ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 90,000 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാം. 4-3 എന്ന് പറയുന്ന ഫോർമേഷനിലാണ് ഈ ഒരു ഫോർമേഷൻ, അതായത് ഈ ഒരു പോസിബിൾ ലൈനപ്പ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. മുംബൈ സിറ്റി FCയുടെ അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇത്തവണ ദുർബ ലജൻപ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ അവർക്കുണ്ട്. ദുർബ ലജൻപയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിന് പുറമെ ഇത്തവണ മുംബൈ സിറ്റി FC സൈൻ ചെയ്തിട്ടുള്ളത് TP രഹ്നേഷ് എന്ന് പറയുന്ന മലയാളി താരത്തെയാണ്. സ്വാഭാവികം TP രഹ്നേഷ് എന്ന് പറയുന്നത് ISL പേര് കേട്ടിട്ടുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ആരെയും പരീക്ഷിക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ദുർബ ലജൻപയെ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും അണിനിരന്നിട്ടുള്ള ഒരു ഡിഫൻസ് നിര തന്നെയാണ് മുംബൈ സിറ്റി FCയുടെ എന്ന് പറയുന്നത്. ISLലെ ടോപ്പ് ഡിഫൻഡർമാരിൽ ഒരാളായിട്ടുള്ള ടിരി ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ ഡിഫൻഡർമാരിൽ ഒരാളായിട്ടുള്ള മെഹ്താബ് സിംഗിനെയും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു താരം എന്ന് പറയുന്നത് സാഹിൽ പൻവാറാണ്. ഈ 3 താരങ്ങൾക്ക് പുറമെ ആ ഒരു നിരയിലുള്ളത് കഴിഞ്ഞ കുറച്ച് സീസണായി എല്ലാ എതിരാളികളായിട്ടുള്ള സ്ട്രൈക്കർമാരുടെയും പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരമായ ആകാശ് മിശ്രയാണ്. ഇനി അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഈ 4 താരങ്ങളെയാണ് ഞാൻ ഡിഫൻസ് നിരയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുള്ള നെതർലാൻഡിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള യുവൽ വാൻ നീഫ് എന്ന് പറയുന്ന താരം എന്തായാലും നിലയുറപ്പിക്കുന്നുണ്ടാവും. മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ഇത്തവണ അവർ ടീമിലെത്തിച്ചിട്ടുള്ള ജെർമി മൻസൂറോയെ നമുക്കറിയാം. ജംഷഡ്പൂരിലൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന്, അതായത് അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഓരോ ശൈലികളും വ്യക്തവും കൃത്യവുമായിട്ട് ജംഷഡ്പൂരിന് പോയിൻ്റേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുംബൈ സിറ്റി FC ഇത്തവണയും അദ്ദേഹത്തെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ആ ഒരു കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 താരങ്ങൾക്ക് പുറമെ തന്നെ ഒരു ഇന്ത്യൻ താരമായിട്ടുള്ള ജയേഷ് റാണ എന്ന് പറയുന്ന ആ ഒരു താരത്തെയും ഈ ഒരു മധ്യനിരയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം മുംബൈ സിറ്റി FCയുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ജയേഷ് റാണ എന്ന് പറയുന്ന ഇന്ത്യൻ താരം വളരെ നല്ല പങ്കാളിത്തമാണ് കഴിഞ്ഞ കുറച്ച് സീസണിലൊക്കെ പല ടീമുകളിലായിട്ട് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സീസണിലും അദ്ദേഹം ആ ഒരു നിരയിൽ കഴിവ് തെളിയിക്കുമെന്നുള്ള രീതിയിലാണ് ഞാനൊരു പോസിബിൾ ലൈനപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇനി അവരുടെ സ്ട്രൈക്കിംഗ് നിര, അതായത് അവരുടെ മുന്നേറ്റ നിര ഗോൾ അടിക്കാനും അതുപോലെ തന്നെ അടിപ്പിക്കാനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഈ സീസണിൽ തന്നെ തൂക്കി വാരാനിരിക്കുന്ന ആ ഒരു മുന്നേറ്റ നിര ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലുള്ളത് ഇരു വിങ്ങുകളിലായിട്ട് 2 ഇന്ത്യൻ താരങ്ങളെയാണ്. സ്വാഭാവികം ആ ഒരു വിങ്ങുകളായിട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സീസണിലും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെയും ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടീമിൻ്റെയും അത്താണിയായി മാറിക്കഴിഞ്ഞ ലാലിയൻ സുവാലാങ് ചാങ്തെ എന്ന് പറയുന്ന താരമുണ്ട്. ചാങ്തയെ നമുക്ക് അവിടെ പരീക്ഷിക്കാം എന്നുള്ളതാണ്, അതായത് മുംബൈ സിറ്റിക്ക് അവിടെ പരീക്ഷിക്കാം എന്നുള്ളതാണ്. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കളിക്കാരനാണ്. ഗോൾ നേടാനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും സ്കിൽഫുൾ മൂവ്മെൻറ്റുകൾ നടത്താനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് ചാങ്തെ. അപ്പോൾ ചാങ്തയെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു നിരയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മുംബൈ സിറ്റി FCയെ പലതവണ കിരീടധാരികളാക്കാൻ വേണ്ടിയിട്ട് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യൻ താരം വിപിൻ സിംഗിനെയാണ്. വിപിനെ സംബന്ധിച്ചിടത്തോളം ചാങ്തെ ഒരു സൈഡിൽ ഫാസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നടത്തുമ്പോൾ അവിടെ മറ്റൊരു ഭാഗത്തും ഇത്രയ്ക്കും സ്പീഡി ആയിട്ടുള്ള മൊമെൻറ്റ് നടത്താൻ മറ്റൊരാളുമാണല്ലോ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ താരത്തെയാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു മുന്നേറ്റ നിര താരം എന്ന് പറയുന്നത്
നിക്കോളാസ് കെറലസ് എന്ന് പറയുന്ന ഗ്രീക്ക് താരമാണ്. അത് ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ള താരമാണ്. നല്ല ഫിസിക്കലുള്ള താരമാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള താരമാണ്, ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരം കൂടെയാണ് നിക്കോളാസ് കെറലസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീക്ക് കളിക്കാരൻ. ഇത്തവണ മുംബൈ സിറ്റി രണ്ടും കൽപ്പിച്ചിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ ഒരു താരത്തിൻ്റെ സൈനിങ്. സ്വാഭാവികം മുംബൈ സിറ്റി എഫ് സിയുടെ ആ ഒരു പോസിബിൾ ലൈനപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സ്വാഭാവികം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും